കണ്ണൂർ പഴയങ്ങാടിയിൽ കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ചു. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർക്കൊപ്പമുള്ള ചിത്രത്തിലാണ് കരിയോയിൽ ഒഴിച്ചത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും സതീശനു വേണ്ടി പുതിയ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, നിലവിൽ ഹൈക്കമാൻഡ് കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. കുറച്ചു സമയമെങ്കിലും അതിനൊരു ആളുകളോട് ഇത്തരം പ്രചാരണങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും അല്ലെങ്കിൽ ഇത്തരം ഫ്ലക്സ് യുദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഇതൊന്നും പ്രാവർത്തികമാകുന്നില്ലേ? പ്രവർത്തകർ ഈ വിലക്കുകളൊക്കെ ലംഘിക്കുകയാണോ? ജിൽസി, നിരീക്ഷണം അനിശ്ചിതമായി നീളുന്നതിലുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണിത്. ഇതിപ്പോൾ കണ്ണൂർ പഴയങ്ങാടി എരിപുരത്ത് പോലീസ് സ്റ്റേഷന് തൊട്ടു മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ വെച്ചിരുന്നത്. ആ പോസ്റ്ററിന്റെ അകത്ത് വി.ഡി. സതീശനൊപ്പം കെ.സി. വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ സണ്ണി ജോസഫ്, ഇങ്ങനെ 4 നേതാക്കന്മാരുടെ പടവും ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും നടുക്കുണ്ടായിരുന്ന കെ.സി. വേണുഗോപാലിന്റെ പടത്തിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. കരുത്തായി, കരുതലായി, കരുത്തു പകർന്നവർ എന്ന പേരിൽ നമ്മുടെ സർക്കാർ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫ്ലെക്സ് ബോർഡിനകത്താണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ കൃത്യമായി അതിനകത്ത് മാത്രം കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും മത്സരരംഗത്തും മറ്റും ഉണ്ടാകാതിരുന്ന കെ.സി. വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി മത്സരരംഗത്ത് എത്തിയതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള തരത്തിൽ തന്നെ വേണം ഈ കരിയോയിൽ ഒഴിച്ചതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതിനു പുറമെ ജില്ലയുടെ മറ്റു പല മേഖലകളിലും തോട്ടട ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കെ. സുധാകരന്റെ മേഖലയാണ് തോട്ടട, അവിടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വി.ഡി. സതീശന് അനുകൂലമായി പടനയിച്ചവൻ പടനായകൻ എന്നുള്ള പേരിൽ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ പുതുതായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന 3 നേതാക്കന്മാർ, അതായത് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെട്ട നേതാക്കന്മാർ ഓരോരാളും പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അതായത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിവാകണം, ആരെങ്കിലും ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാനോ മുതിരരുത് എന്നുള്ള നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കണ്ണൂരിൽ വൃഥാ ആവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാ ദിക്കിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു. ഓരോരാളും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ആൾക്കാരുടെ പുറത്ത് ഇത്തരത്തിലുള്ള കരിയോയിലും അതുപോലെ തന്നെ മറ്റു പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിൽസി.